പെങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഇപ്പൊ സന്തോഷമായില്ലേ? പെങ്ങളുടെ മോന് വൃക്ക ഞാൻ കൊടുക്കും. ഈ ക്ലീറ്റസ് നേതാവ് കൊടുക്കുമെന്ന് പറഞ്ഞ് അത് കൊടുത്തിരിക്കും. മാത്രമല്ല ഇനി അങ്ങോട്ടുള്ള എല്ലാ ചികിത്സാ കാര്യങ്ങളും ഞാനും എൻ്റെ പാർട്ടിയും ഏറ്റെടുത്ത് കഴിഞ്ഞു കേട്ടോ. നമ്മളിപ്പോ ഇതൊന്നും ഇവിടെ വേണ്ട. ഇതൊന്നും ഞങ്ങൾ വേറെ ഒന്നും മുന്നിൽ കണ്ടുകൊണ്ടൊന്നും അല്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ ഒരു പെങ്ങൾ ഇങ്ങനെ വിഷമിക്കുമ്പോൾ നമുക്കത് കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് നടക്കാൻ പറ്റുമോ? അപ്പം അതുകൊണ്ട് ഞാൻ പെങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്നു, അത്രേ ഉള്ളൂ. ഇതിനകത്ത് വേറെ ഒരു ലക്ഷ്യവും ഇല്ല കേട്ടോ. അസൂയക്കാരും നമ്മളെ എതിർ പാർട്ടിക്കാരും പലതും പറഞ്ഞ് ചിലപ്പോൾ പരത്തിന്നിരിക്കുക, അതൊന്നും കേട്ട് വിശ്വസിക്കണ്ട. പിന്നെ നമുക്ക് ഡോക്ടറെ ഉടനെ തന്നെ പോയി കാണണം. പോയി കണ്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്ത് ഈ നേതാവിൻ്റെ കിഡ്നി പെങ്ങളുടെ മോനിലേക്ക് നമ്മൾ മാറ്റി വയ്ക്കും. സമാധാനമായല്ലോ? സാറ് നല്ലതുപോലെ ആലോചന തന്നെയാണോ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? ഞാൻ നിങ്ങൾ ചാനലിനോട് ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെ പല രാഷ്ട്രീയ പാർട്ടിക്കാരും പല കാര്യങ്ങളും ഇങ്ങനെ 2-3 വട്ടം കൂടി മുതിർന്ന നേതാക്കളുമായിട്ട് ആലോചിച്ച് അവസാനം എന്ത് ചെയ്യും, ഇതൊക്കെ വെള്ളത്തിൽ പോകും. ഇവിടെ ഒന്നും നടന്നിട്ടില്ല എന്നാ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് എൻ്റേതായ തീരുമാനം, എൻ്റെന്ന് പറഞ്ഞാൽ എൻ്റെ കുറച്ച് അണികൾ വേണ്ടപ്പെട്ട ഞങ്ങളെടുത്ത തീരുമാനമാണ് ഇത്. ഈ പഞ്ചായത്തിൽ വൃക്കയില്ലാതെ ബുദ്ധിമുട്ടുന്ന ആർക്ക് വേണമെങ്കിലും വൃക്ക ഞാൻ കൊടുക്കും. അതെങ്ങനെ സാർ? ഒരാൾക്ക് ഒരു വൃക്കയല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ? ഒരാൾക്കൊരു വൃക്ക കൊടുക്കാം, പക്ഷേ എൻ്റെ അണികളുണ്ടല്ലോ, ഞങ്ങൾക്ക് ഒരുപാട് പേരില്ലേ. ഞങ്ങൾക്കും വൃക്കയുണ്ട്. അതെ അതെ അതെ. അപ്പോൾ വൃക്കയുടെ പേരിൽ ഈ പഞ്ചായത്തിൽ ഒരു മനുഷ്യനും വിഷമിക്കാൻ പാടില്ല എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ വല്ലതും ഉണ്ടോ? ഹലോ, എന്തായി? ഒന്നും പറയാനില്ലല്ലോ സാറിന്? എന്തൊക്കെ പറഞ്ഞ് കളിയാക്കിയടാ നീ ക്ലീറ്റോനെ? വെല്ലുവിളിച്ചില്ലേ നീ? എന്താ പറഞ്ഞത്? ആൾക്കാരെല്ലാം ചേർത്ത് കുഴി ചാടിച്ചിട്ട് ക്ലീറ്റോ രക്ഷപ്പെടുന്നല്ലേ? സാധാരണ ക്ലീറ്റോ ആണായിട്ട് പറഞ്ഞല്ലോ ഇത് അതിനല്ലാന്ന്. ഇപ്പൊ എന്താ ഉണ്ടായത്? മരിച്ചിട്ടല്ല, ജീവിച്ചിരിക്കുമ്പോഴാ മനുഷ്യൻ ആ കിഡ്നി കൊടുത്തത്. അടിപൊളി. അടിപൊളി. അങ്ങനെ ഇവിടെ നിനക്ക് നീ ആണെങ്കിൽ ചെയ്യോ? അമ്മാവിന് തൃപ്തിയായല്ലോ? ഇപ്പൊ അമ്മാവിന് ഭയങ്കര സംശയമായിരുന്നല്ലോ. സംഭവം ശരിയാട്ടാ. റോട്ടിലൊക്കെ ഇപ്പൊ ക്ലീറ്റോനെ കുറിച്ച് പറയാനേ നേരമുള്ളൂ. ഫോണിലൊക്കെ വന്നിട്ടുണ്ടല്ലോ. ശരിയാടാ, നാട്ടിലെ മുഴുവൻ ഇപ്പൊ ക്ലീറ്റസിനെ കുറിച്ച് പറയാനേ സമയമുള്ളൂ. ഇനിയിപ്പോ നാളെ കുമാരനാശാലയിൽ സ്വീകരണം വെച്ചിരിക്കവനെ. നാളെയൊന്നും പറ്റുന്ന തോന്നല്ലേട്ടാ. മലപ്പുറത്ത് പോയൊക്കെ ഇപ്പൊ അവിടുത്തെ ആൾക്കാരുടെ സ്വീകരണം. അത് കഴിഞ്ഞിട്ട് കാസർഗോഡും ഉണ്ട് സ്വീകരണം. അവിടെ 2-3 ഉണ്ടെന്ന് പറയുന്നുണ്ട്. അവൻ സമ്മതിച്ചിട്ടാണല്ലോ അവര് ഡേറ്റ് പറഞ്ഞ അവിടെ ഫ്ലക്സ് വെച്ചിട്ടുണ്ട്. ഡേറ്റ് മാറ്റിയിട്ടുണ്ടാവും. എല്ലായിടത്തും പോകണ്ടായിരിക്കും. വരാണ്ടിരിക്കില്ലേ? അവിടെ ഫ്ലക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അവനോട് ചോദിക്കാണ്ട്. എന്തായാലും നല്ല കാര്യമാണ്. കാരണം ഇപ്പൊ ഞാൻ ഇന്നലെ അസീസ് തന്നെ കാണിച്ചു തന്നു. ഈ നമ്മൾ ഈ കിഡ്നി കൊടുക്കുന്ന പയ്യന്റെ അമ്മയില്ലേ, ആ അമ്മ കരഞ്ഞോണ്ട് പറയുന്നത് ക്ലീറ്റോ സാറിന്റെ കാണപ്പെട്ട ദൈവമാണ്. എന്താ പറയുന്നത്, എനിക്ക് ഇനി ഒന്നും പറയാനില്ല. നമുക്ക് ഭയങ്കര കരച്ചില്ല. അത് മൊത്തം വൈറലായിക്കൊണ്ടിരിക്കും. അതെന്താ സംഗതി എന്നറിയാമോ? ഇപ്പൊ ആ ഫോം ഒന്ന് പൂരിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോഴത്തേന് ഈ അമ്മാവൻ എന്തോരം പേടിച്ചു. ഇത് ജീവിച്ചിരുന്നപ്പോഴത്തേന് ശരീരത്തിന്റെ ഒരു ഭാഗം മുറിച്ചു കൊടുക്കുക ക്ലീറ്റോ. അതാണ് സത്യം. ഇത്രയും നാളെ എന്റെ അളിയൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ നാണക്കേടായിരുന്നു. ഇപ്പൊ പറയാം, എന്റെ അളിയൻ രാഷ്ട്രീയ പ്രവർത്തകനാണ്, വളരെ നല്ലൊരു കാര്യത്തിന് മുൻപന്തിയിൽ നിൽക്കുന്ന. ഇപ്പൊ ഇത് വാർത്ത എല്ലാവരും അറിഞ്ഞല്ലോ. ഒരു പയ്യന് അവന്റെ കിഡ്നി കൊടുത്തു സഹായിക്കുന്നു പറഞ്ഞ ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. പിന്നെ എന്റെ ആകെ ഒരു ഡൗട്ട് അസീസ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ഇത് പണ്ട് കുറച്ച് പേര് ഹെലികോപ്റ്ററിൽ പോയി, 3 പേര് ഹെലികോപ്റ്ററിൽ പോയി. അപ്പൊ പൊയ്ക്കോട്ടത് പെട്ടെന്ന് പൈലറ്റ് വിളിച്ച് പറഞ്ഞു ഭാരം കൂടുതലുണ്ട്, ഇത് ഒരാൾ ചാടണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ 3 പേര് തർക്കിച്ചോണ്ടിരിക്കും, ആര് ചാടും അറിയാൻ പോയാ. ഒരാൾ ചാടിയാലേ മറ്റൊരു രക്ഷപ്പെടും. അങ്ങനെ എന്ത് വെച്ചാൽ അങ്ങനെ വെച്ചാൽ ഒരാള് ധൈര്യപൂർവ്വം ചാടി, പാരച്യൂട്ട് വഴി ചാടി ഇറങ്ങി. പാരച്യൂട്ട് ചാടിയോണ്ട് ആള് സേഫ് ആയിട്ട് ഇറങ്ങി താഴെ. ഇപ്പൊ ബാക്കി 2 പേർക്കും ഭയങ്കര സന്തോഷമായി. ഇവർ 2 പേരും ഒരു സ്വീകരണം കൊടുത്തു. മറ്റവന് രക്ഷിച്ച ആളുണ്ടല്ലോ, അയാൾ ചാടിയാണല്ലോ അവർ ജീവൻ രക്ഷിച്ചത്. അങ്ങനെ സ്വീകരണം കൊടുത്ത കൂട്ടത്തിൽ ഇയാള് ഈ മറുപടി പ്രസംഗത്തിൽ ചാടി ആള് പറയാണ് സംഭവം അടിപൊളിയായിരുന്നു, പക്ഷെ ഈ കൂട്ടത്തിൽ നിങ്ങൾ 2-ൽ ആരാണ് എന്നെ തള്ളിയിട്ടത് അവനെ ഞാൻ അറിഞ്ഞിപ്പെരുക്കൊന്നു എന്ന് പറഞ്ഞാൽ എന്റെ ക്ലീറ്റോയെ മിക്കവാറും തള്ളിയിട്ടതാണോ എന്നൊരു സംശയം. ഭയങ്കര ചിരിയായി പോയി. അല്ല, ആര് തള്ളിയിട്ടാലും ക്ലീറ്റോ ചേട്ടൻ സമ്മതിച്ചില്ലേ? ഇവനാണെങ്കിൽ ചെയ്യോ? നീ ചെയ്യോ? ഞാൻ ചെയ്യും. ഞാൻ ചെയ്യും. നോക്കിക്കൊണ്ടിരുന്നാ മതി.
ഈ പെണ്ണുമ്പിള്ളി ഇപ്പൊ ഇവിടെ എന്തൊരു കഷ്ടമാണ്. നമ്മൾ കിഡ്നി കൊടുക്കാന്ന് പറഞ്ഞാൽ കിഡ്നി ചുമ്മാ എടുത്താൽ കൊടുക്കാൻ പറ്റുമോ? പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനമല്ലല്ലോ.